പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പാലയൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ക്രിസ്മസ് ആഘോഷം പോലീസ് തടഞ്ഞ സംഭവം സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തണമെന്ന് മുൻ MP കെ മുരളീധരൻ. കൊടകര വട്ടേക്കാട് വീട് കയറിയുള്ള ആക്രമണത്തിൽ 2 പേർ കുത്തേറ്റു മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ആക്രമണത്തിന് കാരണം മുൻവൈരാഗ്യം. ചെറുതുരുത്തിയിൽ നിലമ്പൂർ സ്വദേശി സൈനുൽ ആബിദിനെ കൊലപ്പെടുത്തിയത് ക്രൂരമായി മർദ്ദിച്ചു. കുന്നംകുളത്ത് വീട്ടിൽ വൻ കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 30 പവൻ സ്വർണം കവർന്നു. മോഷ്ടാക്കൾ അകത്ത് കടന്നത് വീടിന്റെ വാതിൽ പൊളിച്ചു. പാലപ്പിള്ളിയിൽ തോട്ടത്തിൽ വീണ്ടും പുലിയിറങ്ങി. ടാപ്പിംഗിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടി. പറമ്പിക്കുളം പ്ലാന്റേഷനിൽ കാട്ടാനാക്രമണത്തിൽ വാണിയമ്പാറ സ്വദേശി മരിച്ചു. വാർത്തകൾ വിശദമായി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പാലയൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച റാലി ആർച്ച് പ്രീസ്റ്റ് ഡേവിസ് കണ്ണമ്പുഴ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരം ചുറ്റിയതിനു ശേഷം ചാവക്കാട് വസന്തം കോർണറിൽ റാലി സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡോക്ടർ ജോളി കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തോമസ് ചിറമൽ, ജോഷി കൊമ്പൻ, ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, PI ഹൈസൺ, പ്രതിനിധി യോഗം സെക്രട്ടറി ബിനു താണിക്കൽ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത്, PI ലാസർ, സേവ്യർ വാഗയിൽ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. മുസ്ലിം കുട്ടികളുണ്ട്, മുസ്ലിമുകൾ, ക്രൈസ്തവർ ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന ഒരു ഏറ്റവും നമുക്ക് ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. ഫലമാണ്, വേറെ ഒന്നുമില്ല. ഇതുവരെ ഇത് ചെയ്യാറില്ല, ഒരിടത്തുമില്ല. അപ്പൊ ഈ സമയത്ത് തന്നെ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അവർ പറഞ്ഞു അല്ല, അത് നിർബന്ധമായിട്ട് ചെയ്യണം. ഇതെല്ലാം അവർ പറഞ്ഞിട്ട് സമ്മതിക്കാണ്ടായപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് അവരുടെ അരികിലേക്ക് വരുന്നു. ഇവരെല്ലാവരും ജീപ്പിൽ കയറിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഇവരുടെ അടുത്തേക്ക് വന്നു. SI സാറുണ്ട്, 2-3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ ജീപ്പിലിരിക്കുകയാണ്. കാരണം നമ്മളെ പള്ളിയിലേക്ക് വന്നതാണ്. അപ്പോഴേ ഞാൻ അവരെ ചെന്ന് കാണണം, അതാണല്ലോ അതിൻ്റെ പ്രോട്ടോക്കോള്. അതനുസരിച്ചാണ് ഞാൻ ജീപ്പിൻ്റെ അരികിലേക്ക് വന്നത്. ജീപ്പിൻ്റെ അരികിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിന് നിങ്ങൾ പെർമിഷൻ എടുത്തുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, അത് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഒരു പെർമിഷൻ എടുക്കണമെന്ന്. ഇതുവരെ നമ്മളങ്ങനെ പെർമിഷൻ എടുത്തിട്ടുമില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത് എടുക്കണം, എടുത്തില്ലെങ്കിൽ കേസ് എടുക്കും, കേസ് ചാർജ് ചെയ്യുന്നു പറഞ്ഞു. ആ SI സാറ് പറയുമ്പോൾ തന്നെ ഈ ജീപ്പിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഈ ചാവക്കാട് പോലീസ് ഉദ്യോഗസ്ഥരും പാലയൂര് തീർത്ഥകേന്ദ്രവുമായിട്ട് അഭേദ്യമായ ബന്ധമാണ്. എല്ലാ കാര്യങ്ങളിലേക്കും ഇവര് നമ്മുടെ പള്ളിയിലേക്ക് വരാറുണ്ട്. ഒപ്പം തന്നെ നമ്മളും അവരും അത്ര ഒരു സ്നേഹബന്ധമാണ് എല്ലാ കാര്യങ്ങളിലും. പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം പോലീസ് തടഞ്ഞ സംഭവം സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തണമെന്ന് മുൻ MP കെ മുരളീധരൻ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും അവിടെ നടന്ന പ്രവർത്തകർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചവരുടെ സർക്കാരാണ് ഇവിടെ ഈ രീതിയിൽ നടത്തിയതെന്നത് ഖേദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ, UDF ഗുരുവായൂർ മണ്ഡലം ചെയർമാൻ അബ്ദുൾ റഹീം, കൺവീനർ KV ഷാനവാസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, തോമസ് ചിറമൽ, AS സരൂഖ്, ഉമ്മർ മുഖണ്ടത്ത് തുടങ്ങിയവർ മുരളീധരനോടൊപ്പം ഉണ്ടായിരുന്നു. അത് ഇലക്ഷൻ പർപ്പസിന് കൊണ്ടുവന്നു. 1995 ഞങ്ങൾക്കൊരു നിയമമാണ്. അതുവരെ ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥികളായിരുന്ന സ്ഥാനാർത്ഥി പരിവർത്തനം പോയി അർദ്ധരാത്രി ഒക്കെയാണ് സമാപിക്കാറ്. ഇതിനുവേണ്ടി കൊണ്ടുവന്നൊരു നിയമം മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. ഇപ്പോൾ ക്രിസ്മസിന് എല്ലാ സ്ഥലത്തും ആഘോഷം ഉണ്ടാകുന്ന കാര്യം എല്ലാം കണക്കാക്കുക. അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും ഇവ രാത്രി ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഹിന്ദു മതത്തിലെ ഉത്സവങ്ങളൊക്കെ രാത്രി കാലം നടക്കാം. ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഈ ഇത്തവണത്തെ 2-3 സംഭവം ഇപ്പോൾ നല്ലേപ്പള്ളിയിലും അതുപോലെ തന്നെ തത്തമംഗലത്തും ഉണ്ടായ വിദ്യാർത്ഥികളെ ക്രിസ്മസ് കരോൾ ആക്രമിച്ച സംഭവം, പുൽക്കൂട് തകർത്ത സംഭവം, അതുപോലെ തന്നെ സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഈ കൃത്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈ കൃത്യം നിർവഹിച്ചു. അതിപ്പോൾ നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തൊക്കെ കോൺഗ്രസും CPM-ഉമാണ് ഈ നിലപാടിനെതിരായിട്ട് സംയുക്തമായിട്ട് കരോൾ സംഘടിപ്പിച്ചു.
ആ കരോള് അവിടെയൊക്കെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയവരുടെ ഗവൺമെന്റ് ഇവിടെ എന്താണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ 2-3 സംഭവങ്ങൾ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പൊലിമ കെടുത്താൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. കൊടകര വട്ടേക്കാട് വീട് കയറിയുള്ള ആക്രമണത്തിൽ 2 പേർ കുത്തേറ്റ് മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. വട്ടേക്കാട് മര്യാദമൂലയിലാണ് സംഭവം. വട്ടേക്കാട് കല്ലിങ്ങപ്പുറം സുബ്രന്റെ മകൻ 32 വയസ്സുള്ള സജിത്ത്, സമീപവാസി മഠത്തി സജീവന്റെ മകൻ 22 വയസ്സുള്ള അഭിഷേക് എന്നിവരാണ് മരിച്ചത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. മരിച്ച അഭിഷേക് ഉൾപ്പെടെ 3 പേരടങ്ങിയ സംഘം അർദ്ധരാത്രിയോടെ സജിത്തിന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പരസ്പരമുള്ള ആക്രമണത്തിലാണ് സജിത്തും അഭിഷേകും കൊല്ലപ്പെട്ടത്. അഭിഷേകിനോടൊപ്പം ഉണ്ടായിരുന്ന വിവേകിനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 വർഷം മുമ്പ് ക്രിസ്മസിന് വിവേകിനെ സജിത്ത് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് വീട് കയറി ആക്രമണം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ചെറുതുരുത്തിയിൽ നിലമ്പൂർ സ്വദേശി സൈനുൽ ആബിദിനെ കൊലപ്പെടുത്തി ഭാരതപ്പുഴയിൽ തള്ളിയ സംഭവത്തിൽ നടന്നത് ക്രൂരമർദ്ദനമെന്ന് പോലീസ്. കഞ്ചാവ് മാഫിയകൾ തമ്മിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു. മർദ്ദനത്തിൽ യുവാവിന്റെ വാരിയെല്ല് പൊട്ടിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വെട്ടിക്കാട്ടിരി സ്വദേശി റജീബ്, പുതുശ്ശേരി സ്വദേശി സുബൈർ, ചെറുതുരുത്തി സ്വദേശി അഷ്റഫ്, പുതുശ്ശേരി സ്വദേശി അബ്ദുൾ ഷഹീർ, പുതുശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാഫി, വെട്ടിക്കാട്ടിരി സ്വദേശി ഷെജീർ എന്നിവരെ ചെറുതുരുത്തി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. സൈനുൽ ആബിദ് നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയാണ്. വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. കഞ്ചാവ് കേസുമായി ജയിലിൽ കിടക്കുമ്പോഴാണ് പ്രതികളിൽ ഒരാളായ റജീബുമായി പരിചയപ്പെടുന്നത്. ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ സൈനുൽ ആബിദ് റജീബിന്റെ വീട്ടിൽ നിന്ന് വില കൂടിയ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഈ സാധനങ്ങൾ നിരവധി തവണ തിരികെ ചോദിച്ചിട്ടും നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കുന്നംകുളത്ത് വീട്ടിൽ വൻ കവർച്ച, 30 പവൻ സ്വർണം മോഷണം പോയി. കുന്നംകുളം തൃശൂർ റോഡിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ താമസിക്കുന്ന കാർത്തിക്കിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിലെ താഴത്തെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 30 പവനോളം സ്വർണമാണ് നഷ്ടപ്പെട്ടത്. കാർത്തിക്കിന്റെ അമ്മ പ്രീത മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ താഴത്തെ മുറിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മോഷണ വിവരം അറിഞ്ഞില്ല. ബന്ധുവീട്ടിൽ പോയിരുന്ന കാർത്തിക് വ്യാഴാഴ്ച വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുറികളിലുണ്ടായിരുന്ന അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. തൃശൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധൻ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലപ്പിള്ളി തോട്ടത്തിൽ വീണ്ടും പുലിയിറങ്ങി. പുതുക്കാട് റബ്ബർ തോട്ടത്തിൽ ഇറങ്ങിയ പുലിയുടെ മുന്നിൽപ്പെട്ട തോട്ടം തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 6 മണിക്കാണ് തോട്ടത്തിൽ പുലിയിറങ്ങിയത്. തൊഴിലാളികളായ ചുങ്കൻ വീട്ടിൽ ജോസ്, ഭാര്യ സോളി, പണിക്കവളപ്പിൽ ബിനീഷ്, ഭാര്യ പ്രിയ എന്നിവരാണ് പുലിയെ കണ്ട് ഭയന്നോടിയത്. തുടർച്ചയായി 3-ാം ദിവസമാണ് പ്രദേശത്ത് പുലിയിറങ്ങുന്നത്. 2 ദിവസം മുൻപ് തൊഴിലാളികളുടെ പാടിക്ക് പുറകിൽ നിന്നിരുന്ന പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. തൊട്ടടുത്ത ദിവസം രാത്രിയിൽ റോഡ് മുറിച്ചു കടന്ന പുലിയെ ബൈക്ക് യാത്രികൻ കണ്ടിരുന്നു. കവരംപിള്ളി, പിള്ളത്തോട് പ്രദേശത്തും നാട്ടുകാർ പുലിയെ കണ്ടതായി പറയുന്നു. പകൽ സമയത്ത് തോട്ടത്തിൽ പുലിയെ കണ്ടതോടെ തൊഴിലാളികൾ ഏറെ ഭീതിയിലാണ്. എത്രയും വേഗം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പറമ്പിക്കുളം പ്ലാന്റേഷനിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തൃശൂർ സ്വദേശി മരിച്ചു. വഴുക്കുംപാറ കുന്നുംപുറം സ്വദേശി ചിറ്റേക്കാട്ടിൽ 65 വയസ്സുള്ള മാധവനാണ് മരിച്ചത്. തോട്ടം തൊഴിലാളിയായ മാധവൻ സുഹൃത്തുക്കളോടൊപ്പം പോകുമ്പോഴായിരുന്നു കാട്ടാന ആക്രമണം. കൂടെയുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. പോട്ടയിലെ മരമുറി സംബന്ധിച്ച വ്യാജ ആരോപണങ്ങൾക്കെതിരെ ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് പോലീസിൽ പരാതി നൽകി. പോട്ട ജംഗ്ഷനിലെ ആശുപത്രിക്ക് സമീപത്ത് റോഡരികിലെ തണൽ മരങ്ങളാണ് പാതിവെച്ച് മുറിച്ചു മാറ്റിയത്. മരക്കൊമ്പുകൾ വൈദ്യുതി കമ്പികളിൽ കൂട്ടിമുട്ടുന്നതിനാൽ പ്രദേശത്ത് സ്ഥിരം വൈദ്യുതി തടസ്സവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വൈദ്യുതി ലൈനുകൾക്ക് തടസ്സമാകുന്ന മരങ്ങളുടെ ശിഖരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. എന്നാൽ ചില്ലകൾ മൊത്തം വെട്ടിമാറ്റിയെന്നാണ് ആരോപണം. എന്നാൽ നഗരസഭാ ചെയർമാനാണ് ഇതിന്റെ പിന്നിലെന്ന് ആരോപിച്ച് ചില സംഘടനകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണവും നൽകി. 1-2 മാസത്തിനകം മരച്ചില്ലകൾ പൂർവ്വസ്ഥിതിയിലാകുമെന്നിരിക്കെ കുപ്രചരണങ്ങൾ നടത്തുന്നത് ആസൂത്രിതമാണെന്ന് ചെയർമാൻ എബി ജോർജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനെതിരായാണ് പോലീസിൽ പരാതി നൽകിയത്. ഞാൻ ചോദിക്കുന്നത് അവിടെ ചെന്നിട്ട് പോലീസ് അന്വേഷിച്ചത് ആരാ മരം മുറിച്ചെന്ന് കിട്ടില്ലേ? ചെയർമാൻ വന്നിട്ടാണോ മരം മുറിച്ചെന്നുള്ള കാര്യം കിട്ടില്ലേ? പോലീസ്
യാതൊരു ആവശ്യമില്ല. ഉള്ള കാര്യം പറഞ്ഞില്ല. ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായമാണ്. ഞാൻ വ്യക്തമായിട്ട് ഇതിനകത്ത് പരാതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കോട്ട ഭാഗത്ത് പദാർത്ഥങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് ആരാണെങ്കിലും അവർക്ക് നടപടി ഉണ്ടാവുന്ന രീതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജയപേസിനും ഈ വാർത്ത കൊടുത്തതിന് ഇതിന് മാത്രമല്ല പരാതി. അത് കൃത്യമായിട്ട് അന്വേഷിക്കാനുള്ള പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ പറഞ്ഞ വാർത്ത ശരിയാണല്ലോ. ഞാനാണ് മരം മുറിപ്പിച്ചെന്നുണ്ടെങ്കിൽ വാർത്ത ശരിയാണ്. മരം മുറിക്കാരനെ വിളിക്കുക ഏർപ്പാട് ചെയ്യുക ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണ്. ഞാൻ കഴിഞ്ഞ് മരം മുറിക്കാരനെ വിളിച്ചു വെച്ചു. അപ്പൊ പേരൊക്കെ എന്നോട് പറഞ്ഞു തന്നു ആരാ വിളിച്ചു ആരാ പൈസ കൊടുത്തു KIC വേണമെന്ന് ചോദിച്ചു. അത് പോലീസ് അന്വേഷിച്ച് പറയേണ്ട കാര്യം. ഞാൻ പറഞ്ഞ കാര്യമില്ല. ഞാൻ അന്വേഷിച്ചു അവനോട്. ഒരു മരം മുറിക്കേണ്ട മരം തന്നെ ഞാൻ പോട്ടെ എപ്പോഴും കറണ്ട് പോക്കാം. അഴീക്കോട് മത്സ്യബന്ധന വള്ളം കടലിൽ മുങ്ങി. അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികളെ മറ്റൊരു വള്ളത്തിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കരയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെയായിരുന്നു സംഭവം. ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന ദുൽഖർ എന്ന വള്ളത്തിന്റെ കാരിയർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യവുമായി കരയിലേക്ക് വന്നിരുന്ന കാരിയർ വെള്ളം പൂർണ്ണമായും മുങ്ങിത്താഴുകയായിരുന്നു. നീന്തൽ അറിയാത്ത 2 തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലായ സമയം അതുവഴി വന്ന സംസം എന്ന വള്ളത്തിലെ തൊഴിലാളികളാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. ദേശീയപാത മണലിയിൽ 15 അടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മടവാക്കര റോഡിലേക്ക് തിരിയുകയായിരുന്ന കാറിന്റെ പുറകിൽ മറ്റൊരു കാർ ഇടിച്ചതിനെ തുടർന്നാണ് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാറിൽ 2 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. വാഹനം ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. വാടാനപ്പള്ളിയിലും തൃത്തല്ലൂരും വാഹനാപകടങ്ങളിൽ 9 പേർക്ക് പരിക്കേറ്റു. വാടാനപ്പള്ളി മരണവളവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. മണലൂർ സ്വദേശി കിടങ്ങൻ വീട്ടിൽ ആൽബിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃത്തല്ലൂർ KT ഐസ് പ്ലാന്റിന് സമീപം കാറും ടെമ്പോയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന ഒറ്റപ്പാലം സ്വദേശികളായ കട്ടായിൽ വീട്ടിൽ ഷറഫുദ്ദീൻ, ഭാര്യ ആമിന, അഷ്കർ അലി, മകൻ മുഹമ്മദ് അമൽ, ഓട്ടോറിക്ഷ ഡ്രൈവർ ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി പുതിയ വീട്ടിൽ സിയാഹുൽ, ടെമ്പോ യാത്രക്കാരായ ഇടുക്കി സ്വദേശികളായ സജി, റോബിൻസ്, സാജൻ ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടമുട്ടം പാലപ്പെട്ടി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 5 പേർക്ക് പരിക്ക്. പാലപ്പെട്ടി പടിഞ്ഞാറെ വളവിന് സമീപം സ്കൂട്ടർ സൈക്കിളിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് ഓട്ടോയിലിടിച്ചായിരുന്നു അപകടം. സ്കൂട്ടർ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു. സൈക്കിൾ യാത്രക്കാരനായ ചാമക്കാല സ്വദേശി പെരിങ്ങാട്ട് ശശിധരൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ കഴിമ്പ്രം സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുൾ മനാഫ്, ചെന്ത്രാപ്പിന്നി സ്വദേശി പണിക്കപ്പറമ്പിൽ സുസ്മിത, മതിലകം സ്വദേശി കാരയിൽ പ്രണവ്, വെമ്പലൂർ സ്വദേശി മനയത്ത് രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായി. കലാമത്സരങ്ങൾ തൃശൂരിലെ വിവിധ വേദികളിലും കായിക മത്സരങ്ങൾ കുന്നംകുളത്തുമാണ് നടത്തുന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. ശ്രീനാരായണ ഗുരുവിന്റെ ഈശ്വരീയതയെക്കുറിച്ച് സമൂഹം മൌനം പാലിക്കുകയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം മുകുന്ദപുരം UDNന്റെ നേതൃത്വത്തിൽ നടത്തിയ വിശ്വശാന്തി ഹോമത്തിന്റെയും ഹോമമന്ത്ര ശതാബ്ദി സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം അധ്യക്ഷത വഹിച്ചു. SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം പ്രീതി നടേശൻ, ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ, യൂണിയൻ സെക്രട്ടറി KK ചന്ദ്രൻ, യോഗം വനിതാ സംഘം സെക്രട്ടറി സംഗീത വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. MTയുടെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ വർണ്ണകുട സാംസ്കാരികോത്സവത്തിന്റെ വെള്ളി ശനി ദിവസങ്ങളിൽ നടത്താനിരുന്ന പരിപാടികൾ മാറ്റിവെച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. മെഗാ ഇവന്റുകൾ അടക്കമുള്ള പരിപാടികൾ 28, 29, 30 തീയതികളിൽ അരങ്ങേറും. സിത്താര കൃഷ്ണകുമാറിന്റെ മ്യൂസിക് ബാൻഡ് ഡിസംബർ 28-നും ആൽമരം മ്യൂസിക് ബാൻഡ് 29-നും ഗൌരിലക്ഷ്മി നയിക്കുന്ന ഡാൻസ് മ്യൂസിക് ബാൻഡ് 30-നും നടക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
സമയ കലാഭവൻ കൊറ്റനെല്ലൂർ ഒരുക്കുന്ന നല്ലമ്മ നാടൻ പാട്ടുകളും കലാരൂപങ്ങളും, ഇരിങ്ങാലക്കുടയിലെ നൃത്ത അധ്യാപകരുടെ ശിഷ്യർ അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരങ്ങളും 28, 29, 30 തീയതികളിലായി അരങ്ങേറും. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി, പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി, കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി TV ലത, വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KS ധനീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചട്ടങ്ങളും നിയമങ്ങളും വികലമായി വായിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ പലപ്പോഴും ജനങ്ങൾക്ക് ദ്രോഹമായി മാറുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. നാട്ടിക മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ UAE നാട്ടിക മഹല്ല വെൽഫെയർ കമ്മിറ്റി നിർമ്മിച്ച 8ാമത്തെ ബൈത്തുന്നൂർ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നാട്ടിക മഹല്ല് പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി. മഹല്ല് ഖത്തീബ് കബീർ ഫൈസി ചെറുകോട്, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, മുൻ പ്രസിഡന്റ് അനിൽ പുളിക്കൽ, UAE നാട്ടിക മഹല്ല് വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് RA ബഷീർ, മഹല്ല് ജനറൽ സെക്രട്ടറി KA ഷൌക്കത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ 2 പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതല ഈ ഗവൺമെന്റിനകത്ത് വഹിക്കേണ്ടി വന്നു. ഒന്ന് ഭൂമിയുടെയും മറ്റൊന്ന് വീടിന്റെയുമാണ്. റവന്യൂ ഭവന നിർമ്മാണമാണ്. സ്വാഭാവികമായിട്ടും അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസം മണ്ണില്ലാത്ത മനുഷ്യന് മണ്ണ് കൊടുക്കാനുള്ള വലിയ പരിശ്രമം പലവിധത്തിൽ ആരംഭിക്കണം എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരോട് നിർബന്ധമായി ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ ചട്ടങ്ങളും നിയമങ്ങളും സാധാരണ നിലയിൽ ഒരു മനുഷ്യനെ ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് കൊണ്ടുവരാനുള്ള വഴിത്താരകൾ മാത്രമാണ്. ചട്ടങ്ങളും നിയമങ്ങളും ചെകുത്താനെ കുരിശ് കാണിക്കുന്നത് പോലെ കാണിച്ച് പേടിപ്പിക്കേണ്ട ഉപകരണങ്ങളല്ല. സ്വാഭാവികമായ തീരുമാനമെടുക്കുമ്പോൾ ആരെയാണോ അത് ബാധിക്കുന്നത് അവനെങ്ങനെ അനുകൂലമായി ചിന്തിക്കാമെന്ന് കരുതിയാൽ നമ്മുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ മാറും. കടൽ തീരത്ത് ഇന്തോ കൊറിയൻ ആർട്ട് എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി മാളയിൽ നടക്കുന്ന ചിത്രകലാ ക്യാമ്പിലെ അംഗങ്ങൾ കേരളത്തിന്റെ തനത് കലകൾ കണ്ടാസ്വദിക്കാൻ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിലെത്തി. കരിന്തലക്കൂട്ടം നാടൻ പാട്ടുസംഘത്തിന്റെ ചടുല താളത്തിനൊപ്പം കൊറിയൻ കലാകാരന്മാരും കലാകാരികളും ചുവടുകൾ വെച്ച് നൃത്തം ചെയ്തു. വായ്ത്താരികൾ ഏറ്റുചൊല്ലി കൊറിയൻ കലാകാരന്മാരുടെ പാട്ടിന് കരിന്തലക്കൂട്ടത്തിന്റെ താളവാദ്യങ്ങൾ അകമ്പടിയായി. ഉണ്ണികൃഷ്ണൻ പാക്കനാരുടെ മുളവാദ്യങ്ങളുടെ പ്രകടനം കൊറിയൻ കലാകാരന്മാരിൽ കൗതുകമുണർത്തി. കൊടുങ്ങല്ലൂർ കുന്നംകുളത്ത് CPIയുടെ കൊടിമരം നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച കൊടിമരമാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. പ്രദേശത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ച പ്രചരണോപാധികളും നശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ CPI നേതാക്കളായ KG ശിവാനന്ദൻ, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, AM സായൂജ്, KM രതീഷ്, രവീന്ദ്രൻ നടുമുറി, CM ഷീജൻ, PA നൌഷാദ് എന്നിവർ പ്രതിഷേധിച്ചു. പ്രദേശത്ത് CPI ഒരു കൊടിമരം ഉണ്ടായിരുന്നു. CPIയുടെ ഇത് സാമൂഹ്യവിരുദ്ധർ എന്ന് തന്നെ പറയാവുന്നവർ ഈ പ്രദേശത്ത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ വാർഡിൽ അടുത്ത കാലത്തൊരു 3 ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുക, അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ വാർഡിൽ CPIയുടെ കൗൺസിലറാണുള്ള അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വിരളിവുണ്ടവരോ ആ കൊടിമരം പിഴുതെറിയുകയുണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ചെറുതാലപ്പൊലിയോടനുബന്ധിച്ച് നടന്ന ദേശപ്പൊങ്കാല ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര പടിഞ്ഞാറേ ഗോപുര കവാടത്തിന് മുമ്പിൽ പ്രത്യേകം അലങ്കരിച്ച് തയ്യാറാക്കിയ സമർപ്പണ മണ്ഡപത്തിലെ പൊങ്കാല അടുപ്പിലേക്ക് മേൽശാന്തി കണ്ടകത്ത് ഭാസ്കരൻ തിരുമേനി അഗ്നി പകർന്നു. തുടർന്ന് ക്ഷേത്ര മൈതാനിയിലെ 300ഓളം അടുപ്പുകളും ജ്വലിച്ചു. ശംഖനാദത്തിന്റെയും കൂത്തുവിളക്കിന്റെയും അകമ്പടിയോടെ പുഷ്പാരതി തീർത്ത് തീർത്ഥം തെളിച്ച് പൊങ്കാല സമർപ്പിച്ചു. നാരായണഗീത പാരായണ സമിതിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി സഹസ്രനാമ കീർത്തനാലാപനവും അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭാരവാഹികളായ ശശി വാറനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, സേതു തിരുവെങ്കിടം, ബാലൻ വാറനാട്ട്, വിനോദ് കുമാർ അകമ്പടി, ശിവൻ കണിച്ചാടത്ത്, P ഹരിനാരായണൻ, രാജു കൂടത്തിങ്കൽ, A അനന്തകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊങ്കാലയുമായി കൈകോർക്കണമെന്ന് സ്നേഹപൂർവ്വം. കാഞ്ഞാണി സെന്ററിൽ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു.
പതിവായി ഉണ്ടാകാറുള്ള ഹോംഗാർഡിന്റെ സേവനം വ്യാഴാഴ്ച ഇല്ലാതായത് ഗതാഗതക്കുരുക്ക് ഇരട്ടിയാക്കി. കൊടകരയിലെ അനിഷ്ട സംഭവത്തെ തുടർന്നുണ്ടായ അടിയന്തര സാഹചര്യം നേരിടുന്നതിന്റെ ഭാഗമായി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശാനുസരണം ഹോംഗാർഡിനെ പിൻവലിച്ചതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. സ്വകാര്യ ബസ്സുകളുടെ ഡ്രൈവർമാരും ക്ലീനർമാരും അവരവരുടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിനു വേണ്ടി ഗതാഗതം നിയന്ത്രിച്ചതോടെ ചെറുവാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുക്കിലകപ്പെടുകയായിരുന്നു. റോഡിനാവശ്യമായ വീതിയില്ലാത്തതാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. ഹോംഗാർഡുകളെ ഒഴിവാക്കി സിവിൽ പോലീസ് ഓഫീസർമാരെ കാഞ്ഞാണി സെന്ററിൽ ഗതാഗത നിയന്ത്രണത്തിന് നിയോഗിക്കണമെന്ന ആവശ്യം ശക്തമാണ്. മണ്ഡലകാല ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളഭാട്ടം നടന്നു. കളഭത്തിൽ ആറാടിയ കണ്ണനെ ഒരു നോക്ക് കാണാൻ ഭക്തസഹസ്രങ്ങളെത്തി. കീഴ്ശാന്തി നമ്പൂതിരിമാർ പ്രത്യേകം തയ്യാറാക്കി കുംഭത്തിലാക്കിയ കളഭം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂജിച്ച് ചൈതന്യപൂരിതമാക്കി. ഉച്ചപൂജയ്ക്ക് മുമ്പ് ആദ്യം ഗുരുവായൂരപ്പന് നവകാഭിഷേകം നടത്തി. തുടർന്നായിരുന്നു കളഭാഭിഷേകം. പൂജിച്ച കളഭം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മന്ത്രപുരസരം ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്നുള്ള നാരായണനാമ സങ്കീർത്തനങ്ങൾ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ്. കോഴിക്കോട് സാമൂതിരിയുടെ വക വഴിപാടായാണ് കളഭാഭിഷേകം നടക്കുന്നത്. കളഭത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ വെള്ളിയാഴ്ച നിർമ്മാല്യം വരെ ഭക്തർക്ക് ദർശിക്കാനാകും. ഭഗവാൻ ആറാടിയ കളഭം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. കളഭാട്ടത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കും ഉണ്ടായിരുന്നു. അഴീക്കോട് മുനയ്ക്കൽ മുസ്രിസ് ബീച്ച് ഫെസ്റ്റിവലിനിടെ 6 വയസ്സുകാരന്റെ നൃത്തം വൈറലാകുന്നു. ഇ.ടി. ടൈസൺ എം.എൽ.എ. ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോ ഇതിനകം കണ്ടത് 10 ലക്ഷത്തിലധികം പേർ. ശ്രീനാരായണപുരം വെമ്പല്ലൂർ സ്വദേശി വിനു ദീപി ദമ്പതികളുടെ മകനായ ശ്രാവണിന്റെ നൃത്തമാണ് വൈറലായത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ബീച്ച് ഫെസ്റ്റിവലിനെത്തിയ കുട്ടിയാണ് പാട്ടിനൊപ്പം നൃത്തം വെച്ചത്. ഡാൻസ് കണ്ടതോടെ ബീച്ചിലെത്തിയവരെല്ലാം കുട്ടിയുടെ ചുറ്റും കൂടി. ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉൾപ്പെടെയുള്ളവർ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനെത്തി. എം.എൽ.എയുടെ സ്റ്റാഫ് ഷമീർ പതിയാശ്ശേരി മൊബൈൽ ഫോണിൽ പകർത്തിയ വീഡിയോയാണ് എം.എൽ.എ. ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. നൃത്തം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ കുട്ടി താരമായി. അടുത്ത ദിവസം ബീച്ച് ഫെസ്റ്റിവൽ വേദിയിലേക്ക് ശ്രാവണിനെ എം.എൽ.എ. ക്ഷണിച്ചിട്ടുണ്ട്. വെമ്പല്ലൂർ എം.ഇ.എസ്. സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് ശ്രാവൺ. TCB ന്യൂസ്, കയ്പമംഗലം. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിൽ ഡീക്കൻ ഷിജോ ജോഷി തറയിൽ CMIയുടെ പൌരോഹിത്യ സ്വീകരണ ചടങ്ങ് നടന്നു. തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നവവൈദികൻ ഫാദർ ഷിജോ ജോഷി തറയിൽ ദിവ്യബലി അർപ്പിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വികാരി സിജോ കാട്ടൂക്കാരൻ, കൈക്കാരന്മാരായ ലിൻഡോ കൈമഠം, പോൾ ചാലിശ്ശേരി, ജീസൻ തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. അദ്ദേഹത്തെ പാപക്കറകളിൽ നിന്നും ദൈവം ശുദ്ധീകരിക്കുന്നതിന്റെ പ്രതീകമായി അഭിയുടെ പിതാവ് അദ്ദേഹത്തിന്റെ മുടി മുറിച്ചു മാറ്റുന്നു. ലോകത്തിലാണെങ്കിലും പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ ചുടലഭദ്രയുടെ കളിയാട്ടം നടന്നു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെയാണ് കളിയാട്ടം സംഘടിപ്പിച്ചത്. തിരുവില്ലാമല ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ചുടലഭദ്രകാളി തെയ്യം, പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി തെയ്യം എന്നിവ കണ്ണൂർ അനീഷ് പെരുമലയന്റെ നേതൃത്വത്തിൽ അരങ്ങേറി. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, വൈസ് പ്രസിഡന്റ് M ഉദയൻ, രമേശ് കോരപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.
ചാലക്കുടി ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. വളം, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ സബ്സിഡി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കുന്ന നയമാണ് തുടരുന്നതെന്ന് NR ബാലൻ പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ UP ജോസഫ്, BD ദേവസി, PK ഡേവിസ്, സേവ്യർ ചിറ്റ്ലപ്പള്ളി, ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ചയും തുടരും. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. അതിന് നമ്മൾ പറയാൻ വഴികായി ചെയ്യുന്നത് നമ്മൾ തന്നെ കാണുന്നത്. ഇവിടെ നമ്മൾ ഈ സമ്മേളനത്തിൽ പരിശോധിക്കുന്നത് ഈ കഴിഞ്ഞ സമ്മേളനങ്ങളിൽ വീട്ടുകിണറ്റിൽ വീണ യുവതിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പൊന്നൂക്കര നേതാജി നഗർ സ്വദേശി മഠത്തിപ്പറമ്പിൽ വീട്ടിൽ ആതിരയാണ് കിണറ്റിൽ വീണത്. ശബ്ദം കേട്ടെത്തിയ വീട്ടുകാർ ഇട്ടു നൽകിയ കയറിൽ ആതിര പിടിച്ചു നിൽക്കുകയായിരുന്നു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് ആതിരയെ രക്ഷപ്പെടുത്തിയത്. നിസാര പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സീനിയർ റെസ്ക്യൂ ഓഫീസർ രഞ്ജിത്ത്, റെസ്ക്യൂ ഓഫീസർമാരായ സബീഖ്, അമൽജിത്ത്, ശ്രീജിത്ത്, ശരത് പ്രസാദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. എഴുത്തുകാരനും ജ്ഞാനപീഠ നേതാവുമായ MT വാസുദേവൻ നായരുടെ വിയോഗത്തിൽ ഗാന്ധി നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിനു മുൻപിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. MT എന്ന രണ്ടക്ഷരത്തിലൂടെ വിശ്വസാഹിത്യത്തിൽ മലയാള സാഹിത്യത്തിന് ഇടം നേടിക്കൊടുത്ത മഹാസാഹിത്യകാരനാണ് MT വാസുദേവൻ നായരെന്ന് MTയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗാന്ധി നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ഒട്ടനവധി കൃതികളും സിനിമകളും MT നമുക്ക് സമ്മാനിച്ചുവെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. അർഹതയുണ്ടായിട്ടും അംഗീകാരം നേടാൻ കഴിയാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെയെങ്കിലും MTയുടെ ഓരോ കൃതിയിലും കാണാൻ കഴിയുമെന്ന് അധ്യക്ഷത വഹിച്ച മുൻ MLA TV ചന്ദ്രമോഹൻ പറഞ്ഞു. ഭരണാധികാരികളെ പോലും തന്റെ പക്കലേക്ക് ആകർഷിച്ച് സാഹിത്യകാരന്റെ അഭിമാനമുയർത്തിയ എഴുത്തുകാരനും തിരക്കഥാകൃത്തും പത്രാധിപരുമൊക്കെയായിരുന്നു MT എന്നും TV ചന്ദ്രമോഹൻ വിശേഷിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സേതുമാധവൻ, ഗാന്ധി നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ ജെയിംസ് ചിറ്റ്ലപ്പള്ളി, ഡോക്ടർ അജിതൻ മേനോത്ത്, PL ജോമി, അനിൽ സാമ്രാട്ട് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ VA വർഗീസ്, രാമചന്ദ്രൻ പുതൂർക്കര, ബേബി മൂക്കൻ, AM ജെയ്സൺ, K രാമനാഥൻ, അബി വർഗീസ്, വിനീഷ് തയ്യിൽ, ഡോക്ടർ മനോജ് പുഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ലോകനാടകവേദിയിൽ മലയാളത്തെയും മറ്റത്തൂരിനെയും അടയാളപ്പെടുത്തിയ നാടക സംവിധായകനും ഓക്സിജൻ തിയേറ്റർ കമ്പനി സ്ഥാപകനുമായ ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത ഉംബ്രോയ് നാടകം ഈ മാസം 28, 29, 30 തീയതികളിൽ കൊടകരയിൽ അരങ്ങേറുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഫ്രഞ്ച് നാടക എഴുത്തുകാരനും സംവിധായകനുമായ ആൽഫ്രഡ് ജാറിയുടെ ഉംബ്രോയ് എന്ന നാടകമാണ് ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത് മലയാളത്തിൽ അവതരിപ്പിക്കുന്നത്. സിനിമാ നാടകരംഗങ്ങളിലെ പ്രഗത്ഭരായ ജെയിംസ് ഏലിയ, ജോസ് P റാഫേൽ, ഗോപാലൻ തുടങ്ങിയവർ വേഷമിടുന്ന നാടകം കേരളത്തിൽ ഇതിനു മുമ്പ് 3 ഇടങ്ങളിൽ മാത്രമേ അരങ്ങേറിയിട്ടുള്ളൂ എന്ന് സംഘാടകർ പറഞ്ഞു. കൊടകര ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിലാണ് നാടകം അരങ്ങേറുക. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VP ലിസൺ, ജനറൽ കൺവീനർ OP സുധീഷ്, പബ്ലിസിറ്റി കൺവീനർ തച്ചൻ ബാബു എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി ചുമട്ടുതൊഴിലാളി യൂണിയന്റെ 50ാം വാർഷികം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VR മനോജ് ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് വലിയകത്ത് അധ്യക്ഷനായി. ചുമട്ടുതൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PK പ്രസാദ്, യൂണിയൻ മണ്ഡലം സെക്രട്ടറി BG രാധാകൃഷ്ണൻ, CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജുബുമോൻ, KP ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന PA രാധാകൃഷ്ണന്റെ 5ാം ചരമവാർഷികം ആചരിച്ചു. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ, VA ദിവാകരൻ, TG ദിലീപ് കുമാർ, PS സുജിത്ത്, EG ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബലക്ഷയം സംഭവിച്ച കുഴൂരിലെ ദുരിതാശ്വാസ ക്യാമ്പ് കെട്ടിടം പൊളിക്കൽ തുടങ്ങി. കുഴൂരിലെത്തിയ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കളക്ടറോട് നിർദ്ദേശിച്ചതനുസരിച്ചാണ് നടപടി. അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിക്കുന്നതിനായി കത്തെഴുതി തോറ്റ കാര്യം കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ചീഫ് സെക്രട്ടറിയോട് നവംബർ 10 പൊതുവേദിയിൽ വെച്ച് തുറന്നു പറഞ്ഞതോടെയാണ് നടപടിയുണ്ടായത്. വേഗത്തിൽ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടറോട് അതേ വേദിയിൽ തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മൈതാനത്തിനോട് ചേർന്നാണ് റവന്യൂ വകുപ്പിന്റെ ദുരിതാശ്വാസ ക്യാമ്പ് കെട്ടിടമുള്ളത്. ഈ കെട്ടിടത്തിനോട് ചേർന്നാണ് തിരുമുക്കുളം, കാക്കുള്ളിശ്ശേരി വില്ലേജ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. സ്കൂൾ സമയത്തും അല്ലാതെയും നിരവധി കുട്ടികളാണ് ഇവിടെ മൈതാനത്ത് കളിക്കാനെത്തുന്നത്. മഴയുള്ളപ്പോൾ കുട്ടികൾ കയറി നിൽക്കുന്നത് അപകടാവസ്ഥയിലായ ഈ കെട്ടിടത്തിലാണ്.
കാലപ്പഴക്കത്തിന് മായ്ക്കാൻ കഴിയാത്ത സൗഹൃദത്തിന്റെ കഥ പറയുകയാണ് 44 വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ കണ്ടുമുട്ടിയ രണ്ട് സുഹൃത്തുക്കൾ. 1979 മുതൽ 84 വരെ ഖത്തറിൽ അയൽവാസികളായിരുന്ന കൊടുങ്ങല്ലൂർ യൂബസാർ സ്വദേശി അസീസും കോഴിക്കോട് മുഴിക്കൽ സ്വദേശി ഉമ്മർ കോയയും 4 പതിറ്റാണ്ട് നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് വീണ്ടും കണ്ടുമുട്ടിയത്. ഉറ്റ ചങ്ങാതിമാരായ ഇവർ 1984 യാത്ര പറഞ്ഞ് പിരിഞ്ഞത്. പിന്നീട് കുറച്ചുകാലം കത്തുമുഖേന ബന്ധം നിലനിന്നുവെങ്കിലും മേൽവിലാസം മാറിയതോടെ പരസ്പരം ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അയച്ച കത്തുകളൊക്കെ ലക്ഷ്യം തെറ്റി. ഇതോടെ അസീസ് ഉമ്മർ കോയയെ തിരഞ്ഞ് കോഴിക്കോട്ടേക്ക് പോയി. പക്ഷേ അറിയുന്നിടങ്ങളിലൊന്നും സുഹൃത്തിനെ കണ്ടെത്താനായില്ല. ഉമ്മർ കോയയും ചങ്ങാതിയെ കണ്ടെത്താൻ പരമാവധി ശ്രമിച്ചിരുന്നു. ഇനിയൊരിക്കലും പരസ്പരം കാണില്ലെന്ന് കരുതിയ സമയത്താണ് സൗഹൃദ കഥയിൽ വഴിത്തിരിവുണ്ടായത്. 4 വർഷത്തോടർച്ചയായിട്ട് ഞങ്ങൾ തമ്മിൽ വളരെയധികം സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് എൻ്റെ ജോലി വേറെ ദുബായിലേക്ക് മാറിയപ്പോൾ ഞാൻ അങ്ങനെ ഇയാളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു. പിന്നെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവുമില്ല. പല സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് അതിനിടയിൽ ഇദ്ദേഹം അവിടെ നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോന്നു. അതിനുശേഷം ഇദ്ദേഹം സൗദിയിലായിരുന്നു പിന്നെ ജോലി ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ദുബായിലും ജോലി ചെയ്ത്. പിന്നീട് ഞാൻ 90 തിരിച്ച് ഞാൻ ഖത്തറിൽ വരുമ്പോൾ അന്വേഷിച്ചപ്പോഴും ഇല്ല. അങ്ങനെ നാടുമായിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും എനിക്ക് ഇയാളായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത് കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം, വളരെയധികം ഹാപ്പിയാണ് ഞാൻ. സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന സാമൂഹിക പ്രവർത്തകനായ കൊടുങ്ങല്ലൂർ സ്വദേശി ഷജീർ പ്രവാസം മതിയാക്കി മടങ്ങുന്ന സമയത്താണ് സുഹൃത്തായ കോഴിക്കോട് സ്വദേശി ഇർജാസ് ഒരു ആഗ്രഹം പങ്കിട്ടത്. തന്റെ പിതാവായ ഉമ്മർക്കോയുടെ സുഹൃത്ത് കൊടുങ്ങല്ലൂരിലുണ്ടെന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിക്കണമെന്നുമായിരുന്നു ഇർജാസിന്റെ ആവശ്യം. നാട്ടിലെത്തിയ ഷജീർ ആഴ്ചകളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അസീസിനെ കണ്ടെത്തിയതോടെ 44 വർഷം നീണ്ട സൗഹൃദത്തിന്റെ കാത്തിരിപ്പിന് വിരാമമായി. 4 പതിറ്റാണ്ടിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസം അവർ നേരിൽ കണ്ടുമുട്ടി. കുടുംബസമേതം ഉമ്മർക്കോയ അസീസിന്റെ വീട്ടിലെത്തി. യൗവനകാലത്ത് വേർപിരിഞ്ഞ സുഹൃത്തുക്കൾ വാർദ്ധക്യത്തിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച് കുടുംബാംഗങ്ങളും ആ പുനഃസമാഗമത്തെ മധുരതരമാക്കി. അദ്ദേഹത്തിന് കണ്ടുമുട്ടണം, അദ്ദേഹത്തിന് മുന്നേ ശരിക്കും നേരിട്ട് കണ്ടുമുട്ടണം എന്നുള്ള വിചാരം വന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഫോൺ നമ്പർ ശേഖരിച്ച് അങ്ങനെ ഫോൺ നമ്പർ മുഖാന്തരം ബന്ധപ്പെട്ടപ്പോൾ മൂപ്പര് സുഖമില്ല എന്നുള്ള ഒരു വാർത്ത കേട്ട്. അപ്പം പിന്നെ ഈ സുഖമില്ലാത്ത സമയത്തൊന്ന് പോയി കാണാമെന്ന് വെച്ച്. അപ്പം പറഞ്ഞ് ഇല്ല, സുഖമില്ലാത്ത സമയത്ത് വരണം, എനിക്ക് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഇവിടെ ഒരു ദിവസം എനിക്ക് സുഖമായതിന് ശേഷം ഇവിടെ ഒന്ന് താമസിക്കുക, അപ്പം എനിക്ക് നല്ല സംസാരിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവില്ല, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലോ, അപ്പം വന്നാൽ മതി എന്ന് പറഞ്ഞ്. ഇതിലും വലിയൊരു സന്തോഷം ഇനിയിപ്പോൾ എവിടെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നാലും ഇതൊരു സർപ്രൈസായിട്ട് പഠിച്ചവനൊരു അനുഗ്രഹം തന്നെയാണിത് എന്ന് പറയാൻ. അതിൻ്റെ മുഖ്യ കാരണക്കാണ് ജസീർക്കാണ് ഇവിടുത്തെ. ജസീർക്ക അന്വേഷിച്ച് 2-3 പ്രാവശ്യം അന്വേഷിച്ചിട്ട് അവസാനം ഇവിടെ വന്നിട്ട് രായിക്കണ്ടി എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടുന്ന് ബാങ്കിൽ ഒരാൾ പറഞ്ഞതാണ് രായിക്കണ്ടില്ല രായ്മരക്കാരനാണ് അസീസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വന്ന് അന്വേഷിച്ചിട്ട് കിട്ടിയ ആളാണ്. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. കുന്നംകുളം ഐനൂർ ചീനിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭരണസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് MK മുകേഷ്, സെക്രട്ടറി BA ബിനീഷ്, ജോയിന്റ് സെക്രട്ടറി PK സാജു എന്നിവർ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് തന്ത്രി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരി ക്ഷേത്രോത്സവത്തിന് കൊടിയേറ്റും. ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന പൂരാഘോഷത്തിൽ 19 പ്രാദേശിക പൂര കമ്മിറ്റികളിൽ നിന്നായി 9 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. തുടർന്ന് പാണ്ടിമേളം അരങ്ങേറും. വൈകിട്ട് കാവടി, തെയ്യം, തിറ തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തും. പറവട്ടാണി ചർച്ച് സ്ക്വയർ മാർ ആദായ് ശ്ലീഹ പള്ളിയിൽ ജനനപ്പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന തീച്ചൂലി കത്തിക്കൽ ശുശ്രൂഷയ്ക്ക് റൂണോ വർഗീസ് കശീശ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദിവ്യബലിയും നടന്നു. പറപ്പൂക്കര നെടുമ്പാൾ ചേന്നാംകുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മലപ്പുറം സ്വദേശി 34 വയസ്സുള്ള ജിതേഷാണ് മരിച്ചത്. അതിർപ്പള്ളി തുമ്പൂർ മുഴിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വീട്ടുപറമ്പിലേക്ക് പാഞ്ഞു കയറി. ഡ്രൈവർ വെറ്റിലപ്പാറ സ്വദേശി അഖിലിന് നിസാര പരിക്കേറ്റു. വെറ്റിലപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവം നടക്കുമ്പോൾ ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു.
ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7110 രൂപ, പവന് 56,880 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3234 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പാലയൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ക്രിസ്മസ് ആഘോഷം പോലീസ് തടഞ്ഞ സംഭവം സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തണമെന്ന മുൻ MP കെ മുരളീധരൻ. കൊടകര വട്ടേക്കാട് വീട് കയറിയുള്ള ആക്രമണത്തിൽ 2 പേർ കുത്തേറ്റു മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ആക്രമണത്തിന് കാരണം മുൻവൈരാഗ്യം. ചെറുതുരുത്തിയിൽ നിലമ്പൂർ സ്വദേശി സൈനുൽ ആബിദിനെ കൊലപ്പെടുത്തിയത് ക്രൂരമായി മർദ്ദിച്ചു. കുന്നംകുളത്ത് വീട്ടിൽ വൻ കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 30 പവൻ സ്വർണം കവർന്നു. മോഷ്ടാക്കൾ അകത്തു കടന്നത് വീടിന്റെ വാതിൽ പൊളിച്ചു. പാലപ്പിള്ളയിൽ തോട്ടത്തിൽ വീണ്ടും പുലിയിറങ്ങി. ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടി. പറമ്പിക്കുളം പ്ലാന്റേഷനിൽ കാട്ടാനാക്രമണത്തിൽ വാണിയമ്പാറ സ്വദേശി മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.